to all. In the previous classes we were discussing about discharge of a contract, and you have already learned the discharge of a contract by reason of performance, discharge of a contract by reason of supervening impossibility, and you have already come across the cases that are considered as supervening impossibility and the cases that are not included in the case of supervening impossibility. That's what we discussed in the last class. Then next comes discharge of a contract by reason of mutual consent or agreement. As you know, a contract is created by means of an agreement, or since a contract is created by means of an agreement, it can be terminated or discharged by reason of another agreement. നിങ്ങൾക്കറിയാം, ഒരു കോൺട്രാക്ട് ഫോം ചെയ്യുന്നത് എപ്പോഴും എന്താണ്? ഒരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? കോൺട്രാക്ട് ഇസ് ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. കോൺട്രാക്ട് എന്ന് പറയുന്നത് നിയമസാധ്യതയുള്ള ഒരു എഗ്രിമെന്റിനാണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടിന്റെ ബേസിസ് എന്ന് പറയുന്നത് ദ വെരി ബേസിസ് ഓഫ് എ കോൺട്രാക്ട് itself is an agreement. And when the agreement gets some legality, it will become a contract. അപ്പോൾ ഒരു കോൺട്രാക്ട് നമ്മൾ ഫോം ചെയ്യുന്നത് ഒരു എഗ്രിമെന്റ് വഴിയാണ്. അതുകൊണ്ട് തന്നെ ആ കോൺട്രാക്ട് ടെർമിനേഷൻ നടത്താനും ഒരു എഗ്രിമെന്റ് വഴി സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു കോൺട്രാക്റ്റിലെ ടെർമിനേഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്? ഒരു എഗ്രിമെന്റ് വഴി എങ്ങനെയാണ് ടെർമിനേഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഓഫ് എ കോൺട്രാക്ട് പോസിബിൾ ആകുന്നത്, അല്ലെങ്കിൽ വാട്ട് ഓൾ ആർ ദ കേസസ് അണ്ടർ വിച്ച് എ കോൺട്രാക്ട് ഗെറ്റ് ഡിസ്ചാർജ്ഡ് ബൈ റീസൺ ഓഫ് മ്യൂച്വൽ അഗ്രിമെന്റ് ബിറ്റ്വീൻ ദ പാർട്ടീസ്. First one, novation. Now let's see what is novation. Novation simply means substitution of a new contract for an old contract, either between the same parties or between different parties. അതായത് ഓൾറെഡി നമ്മൾ ഒരു കോൺട്രാക്ട് ഉണ്ടായിരിക്കും, ആ കോൺട്രാക്റ്റിന് പകരമായിട്ട് പുതിയൊരു കോൺട്രാക്റ്റിൽ നമ്മൾ ഏർപ്പെടുകയാണെങ്കിൽ അതാണ് നോവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നോവേഷൻ മീൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ന്യൂ കോൺട്രാക്ട് ഫോർ ആൻ എക്സിസ്റ്റിംഗ് ഓൾഡ് കോൺട്രാക്ട്. Okay, it can be either between the new contract can be formed either between the same parties, or it can be formed between different parties, or it can be formed with a third party also. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരാൾക്ക് 10 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ആ ഇഫക്റ്റിൽ ഞാനും അയാളും തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ട്. അടുത്ത മാർച്ച് മാസം 10-ാം തീയതി അയാൾക്ക് ഞാൻ 10 ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാനുള്ള ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതിയിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് ഉണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ. അതിനുശേഷം പിന്നീട് അതേ വ്യക്തിയായിട്ട് ഞാൻ തീരുമാനിക്കുകയാണ് ഈ 10 ലക്ഷം രൂപ കൊടുക്കാൻ എനിക്ക് നിവൃത്തിയില്ല. അപ്പോൾ അയാൾക്ക് എന്താണ്, എന്റെ ബിസിനസ്സിനകത്ത് 10 ലക്ഷം രൂപയ്ക്ക് തത്തുല്യമായിട്ടുള്ള ഒരു ഷെയർ ഞാൻ അയാൾക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാനും അയാളും തമ്മിൽ ഒരു പുതിയൊരു എഗ്രിമെന്റ് ഏർപ്പെടുകയാണ്. ഷെയർ അയാൾക്ക് കൊടുത്തുകൊണ്ട് ഒരു പുതിയൊരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു പുതിയൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അപ്പൊ പിന്നെ ആ പഴയ കോൺട്രാക്ട് ഉണ്ടല്ലോ, ഞാൻ അയാൾക്ക് 10 ലക്ഷം രൂപ കൊടുക്കാനുണ്ട് എന്ന് സ്ഥാപിക്കുന്ന ഒരു കോൺട്രാക്ട്, ആ കോൺട്രാക്ട് എന്താണ്, ദാറ്റ് സീസസ് ടു എക്സിസ്റ്റ്. അത് പിന്നെ അതിനകത്ത് യാതൊരുവിധ വാലിഡിറ്റി ഉണ്ടായിരിക്കത്തില്ല. ആ കോൺട്രാക്ട് എന്തായിരിക്കും, ദാറ്റ് ഗെറ്റ്സ് ലാപ്സ്ഡ് ഓൺ ദ അറൈവൽ ഓഫ് എ ന്യൂ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ സെയിം പാർട്ടീസ്. That's one case of novation, or it's a case of novation where the new contract has taken place between the same parties. അതായത് ഞാൻ പറഞ്ഞു, നൊവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൊവേഷൻ മീൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ന്യൂ കോൺട്രാക്ട് ഫോർ ആൻ ഓൾഡർ കോൺട്രാക്ട്, and that new contract can be executed either between the same parties or between different parties. ഇപ്പൊ പറഞ്ഞ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പാർട്ടീസിന്റെ ഇടയിൽ പുതിയൊരു കോൺട്രാക്ട് വരുന്നു, അതോട് കൂടിയിട്ട് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ പഴയ കോൺട്രാക്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ഇനി ഇപ്പൊ പറയാണ്, ന്യൂ കോൺട്രാക്ട് ക്യാൻ ബി ഫോംഡ് either between the same parties or between different parties എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇനി കേസ് ഓഫ് ഡിഫറെന്റ് പാർട്ടീസ് ഏതാന്നുള്ളത് പറയാം. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എ എന്ന് പറയുന്ന ആള്, മിസ്റ്റർ എ ഈസ് ഇൻഡപ്റ്റഡ് ടു മിസ്റ്റർ ബി ഫോർ an amount of rupees 10,000 and Mr. B is indebted to Mr. C for an amount of 10,000. അതായത് എ എന്ന് പറയുന്ന ആള് ബി എന്ന് പറയുന്ന ആൾക്ക് 10,000 രൂപ കൊടുക്കാനുണ്ട്, ബി എന്ന് പറയുന്ന ആള് സി എന്ന് പറയുന്ന ആൾക്ക് 10,000 രൂപ കൊടുക്കാനുണ്ട്. അപ്പൊ എയും ബിയും തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ട്, ബിയും സിയും തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ട്. അപ്പൊ എ ബിക്ക് 10,000 രൂപ കൊടുക്കണം, ബി സിക്ക് 10,000 രൂപ കൊടുക്കണം. അപ്പോൾ എയും ബിയും തമ്മിലൊരു ധാരണയിലെത്തുകയാണ്, ബിയും സിയും തമ്മിലൊരു ധാരണയിലെത്തുകയാണ്. ബി
ബി എന്ന് പറയുന്ന ആൾ ഇനി ഒരു പാർട്ടി ആവേണ്ടതില്ല. കാരണം എയുടെ അടുത്തുനിന്ന് ബിക്ക് 10,000 കിട്ടാനുണ്ട്. ആ 10,000 തന്നെ ഇയാള് സിക്ക് കൊടുത്താൽ മതിയാവുമല്ലോ. അയാൾക്കുള്ള കടബാധ്യതയും 10,000 തന്നെയാണ്. അപ്പം ബി അതിനകത്തുനിന്ന് ഒഴിവായിക്കൊണ്ട് എയും സിയും തമ്മിൽ പുതിയൊരു എഗ്രിമെന്റിൽ ഏർപ്പെടുകയാണ്. ബിക്ക് കൊടുക്കുന്നതിന് പകരം എ എന്ത് ചെയ്താൽ മതി, സിക്ക് 10,000 രൂപ കൊടുത്താൽ മതിയാവുന്നു. അപ്പൊ എയും ബിയും തമ്മിലുള്ള ആ ഒരു പഴയ കോൺട്രാക്ടിനും ബിയും സിയും തമ്മിലുള്ള പഴയ കോൺട്രാക്ടിനും എന്തില്ല, വാലിഡിറ്റി ഇല്ല. ഇനി ഒരു പുതിയൊരു എല്ലാവരുടെയും അതിനകത്ത് 3 പാർട്ടീസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ എയും ബി എന്ന് പറയുന്ന ആ 2 പാർട്ടി 2 പേർക്കും ഈക്വലി ഒരു കൺസെന്റ് അറിയിച്ചിട്ടുണ്ട്. അയാൾക്ക് സമ്മതമാണ്, പകരം സിക്ക് കൊടുത്താൽ മതി എന്നുള്ളത്. സിയും എന്ത് ചെയ്തിട്ടുണ്ട്, ബിയും സിയും തമ്മിലുള്ള കോൺട്രാക്ടില് സിയും എന്ത് ചെയ്തിട്ടുണ്ട്, ആ കോൺട്രാക്ടിനകത്തുനിന്ന് റിലീവ്ഡ് ആവാൻ വേണ്ടിയിട്ട് സമ്മതിച്ചിട്ടുണ്ട്. പകരം അയാൾ എന്ത് ചെയ്തോളാം, എക്ക് കൊടുത്തോളാം എന്നുള്ള ഒരു കണ്ടീഷനിൽ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എയും ബിയും തമ്മിലുള്ള കോൺട്രാക്ടിൽ സി ഒരു പാർട്ടിയല്ല, ബിയും സിയും തമ്മിലുള്ള കോൺട്രാക്ടിൽ എയും ഒരു പാർട്ടിയല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ എയും ഔട്ട്സൈഡർ ആണ്, സിയും ഔട്ട്സൈഡർ ആണ്. പക്ഷെ അവർ രണ്ടുപേരും തമ്മിൽ എന്ത് ചെയ്യാണ്, പുതിയൊരു കോൺട്രാക്ട് എന്ത് ചെയ്യാണ്, ഫോം ചെയ്യാണ്. ഓക്കെ, അതാണ് നൊവേഷൻ എന്ന് പറയുന്ന കേസിൽ. ഇപ്പോൾ ന്യൂ കോൺട്രാക്ട് ക്യാൻ ബി ഫോംഡ് ബിറ്റ്വീൻ ഡിഫറെന്റ് പാർട്ടീസ്, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ബിറ്റ്വീൻ ഡിഫറെന്റ് പാർട്ടീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, ആൾട്രേഷൻ. ആൾട്രേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ആൾട്രേഷൻ ഓഫ് എ കോൺട്രാക്ട് മീൻസ് ചേഞ്ച് ഇൻ വൺ ഓർ മോർ ഓഫ് ദ മെറ്റീരിയൽ ടേംസ് ഓഫ് എ കോൺട്രാക്ട്. അതായത് ഇപ്പൊ ഒരു കോൺട്രാക്ടിനകത്ത് നമ്മൾ കോൺട്രാക്ട് അപ്പാടെ മാറ്റുന്നില്ല, അല്ലെങ്കിൽ കോൺട്രാക്ട് ആസ് ഇറ്റ് ഈസ് മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒഴിവാക്കിയിട്ട് പുതിയൊരു കോൺട്രാക്ട് ഫോം ചെയ്യുന്നില്ല. അതായത് ഇൻ ദ കേസ് ഓഫ് നൊവേഷൻ എ ന്യൂ കോൺട്രാക്ട് ഹാസ് ടേക്കൺ പ്ലേസ് in place of an existing one, but in the case of alteration, no new contract is substituted for an old contract, and the old contract is very much there in existence. ഓൾഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത് അവിടെ തന്നെ ഉണ്ട്. അതിനകത്ത് എന്താ പറയുക, അതിന് പകരം പുതിയൊരു കോൺട്രാക്ട് വരുന്നില്ല ആൾട്രേഷന്റെ കേസിൽ. പക്ഷെ നൊവേഷന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ പുതിയ കോൺട്രാക്ട് ആണ് വരുന്നത്. പഴയ കോൺട്രാക്ട് എന്താണ്, ലാപ്സ് ആയി പോവാണ്, അല്ലെങ്കിൽ അത് ഡിസ്ചാർജ്ഡ് ആയിട്ട് പോവാണ്. അപ്പൊ ആൾട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ഇതാണ്. ഇപ്പൊ ഒരു കോൺട്രാക്ടിനകത്തുള്ള ചെറിയ മെറ്റീരിയൽ ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിനകത്ത് മാത്രം നമ്മൾ മ്യൂച്വൽ കൺസെന്റ് വഴി വേരിയേഷൻസ് വരുത്തുന്നു. കൺസെന്റോട് കൂടി ആയിരിക്കണം വേരിയേഷൻസ് വരുത്തുന്നത്. 2 പാർട്ടി ഒരുപോലെ എഗ്രി ചെയ്താൽ മാത്രമേ ടേംസ് ആൻഡ് കണ്ടീഷനകത്ത് വേരിയേഷൻസ് വരുത്താനായിട്ട് പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് വഞ്ചനയുടെ പരിധിയിൽ വരും, അല്ലെങ്കിൽ അത് ഒട്ടും എന്താ പറയുക അഡ്മിസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല അത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മള് ഒരാൾക്ക് പണം കടം കൊടുത്തിരിക്കുന്നത് 10% ഇൻട്രസ്റ്റ് റേറ്റിലാണെന്നിരിക്കട്ടെ. ആ ഇഫക്റ്റിലാണ് നമ്മളൊരു കോൺട്രാക്ട് ഫോം ചെയ്തിരിക്കുന്നത്. പക്ഷെ ലേറ്റർ ഓൺ നമുക്ക് തോന്നുകയാണ്, അയാളോട് കുറച്ച് സഹതാപം തോന്നുകയാണ്, അയാൾക്ക് അത് എന്ത് ചെയ്യാൻ ഒരു റിലാക്സേഷൻ കൊടുക്കാതെ 10% എന്നുള്ളത് 8% ആക്കിയിട്ട് മാറ്റാന്ന് കരുതിയിട്ട് നമ്മൾ അതിനകത്ത് 2 പേരുടെ പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് അതിനകത്തുള്ള ഏതെങ്കിലും ഒരു കണ്ടീഷനകത്ത് ഒരു ചെറിയൊരു ആൾട്രേഷൻ വരുത്തുകയാണ്, അല്ലെങ്കിൽ ആ കോൺട്രാക്ടിനകത്ത് പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് ഒരു ചേഞ്ച് വരുത്തുകയാണെങ്കിൽ അതാണ് എന്ത്, ആൾട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, only thing is the material alteration must be made with the consent of the other party. If the alteration is made without the consent of the other party, the entire contract will become void. ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ആൾട്രേഷൻ എന്ന് പറയുമ്പോൾ മറ്റേ വ്യക്തിയുടെ സമ്മതത്തോടു കൂടി ആയിരിക്കണം അതിനകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസിനകത്ത് ചേഞ്ച് വരുത്തുന്നത്. അതല്ലെങ്കിൽ പരസ്പര സമ്മതത്തോടു കൂടി ആയിരിക്കണം അതിനകത്തുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിനകത്തുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്. അതല്ല ഒരാളുടെ സമ്മതം ഇല്ലാതെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് അസാധുവായി മാറും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഇസ് റിസഷൻ. ഓക്കെ, rescission is nothing but that itself is the cancellation of a contract, and a contract can be discharged before the date of performance of an agreement with the parties to the effect that it shall no longer bind on them. അതായത് ഇപ്പം 2 പേരും തമ്മിൽ ഒരു ധാരണയിലെത്തുകയാണ്, നമുക്ക് ഈ കോൺട്രാക്ടിന്റെ ആവശ്യം ഇനിയില്ല, നമുക്ക് ഇനി ഇതിപ്പം മുന്നോട്ട് പോകേണ്ടതില്ല, അതുകൊണ്ട് ഈ കോൺട്രാക്ട് അവസാനിപ്പിച്ചുകൊണ്ട് നമുക്കൊരു എഗ്രിമെന്റ് ഫോം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുതിയ ഒരു കോൺട്രാക്ട് വരുത്താതെ നിലവിലുള്ള ഒരു കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തു എന്ന് സ്ഥാപിക്കുന്ന ഒരു എഗ്രിമെന്റ് 2 പേരും തമ്മിൽ ഫോം ചെയ്യുകയാണെങ്കിൽ അതാണ് എന്ത്, റിസഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റിസഷൻ സിംപ്ലി മീൻസ് ടെർമിനേഷൻ ഓർ ക്യാൻസലേഷൻ ഓഫ് ദ കോൺട്രാക്ട്. നമ്മൾ പറയുന്ന നൊവേഷന്റെ കേസിനകത്തും എന്താണ്, ക്യാൻസലേഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് കോൺട്രാക്ട് വാസ് ദെയർ. But the thing is, in the case of novation, a new contract is
coming into force, but in the case of recession, an existing contract is simply cancelling without forming a new one. Okay. നമ്മൾ പറഞ്ഞിരിക്കുന്ന നൊവേഷന്റെ കേസിൽ പഴയ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുന്നു, അതിന് പകരം ആ ഇഫക്റ്റിലോ അല്ലെങ്കിൽ അതിനകത്തുനിന്ന് ചേഞ്ച് വരുത്തിക്കൊണ്ടോ പുതിയൊരു കോൺട്രാക്ട് എന്ത് ചെയ്യുന്നു, നിലവിൽ വരുന്നു. റിസഷന്റെ കേസിൽ നിലവിലുള്ള ഒരു കോൺട്രാക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാൻ, ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു എഗ്രിമെന്റിന്റെ ഒരു പരസ്പര സമ്മതത്തോടു കൂടി ഒരു എഗ്രിമെന്റ് വഴി നമ്മൾ നിലവിലുള്ള ഒരു കോൺട്രാക്റ്റിനെ പിരിച്ചുവിടുന്നു. അതിന് പകരം പുതിയ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ട് ഒരു കോൺട്രാക്ട് എന്ത് ചെയ്യുന്നില്ല, ഫോം ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, അതാണ് റിസഷൻ എന്ന് പറയുന്നത്. ഓക്കെ, next comes remission. Remission is very simple, and remission means the acceptance of a lesser sum than what was actually contracted for, or acceptance of a lesser fulfillment of the promise made. അതായത് ഇപ്പം നമുക്കൊരാള് 10,000 രൂപ തരാനുണ്ട്. ആ 10,000 രൂപയ്ക്ക് പകരം നമ്മൾ 5,000 രൂപ വാങ്ങിക്കൊണ്ട് ആ എൻ്റെ ക്ലെയിം എന്ത് ചെയ്യാണ്, സെറ്റിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതാണ് എന്ത് റെമിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വി പീപ്പിൾ ആർ എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ₹10,000 ആൻഡ് വി ആർ എഗ്രീയിങ് ടു ആക്സെപ്റ്റ് ₹5,000 ഇൻ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ എൻറ്റയർ ക്ലെയിം ഓഫ് ₹10,000. അതായത് നമുക്ക് ഒരാൾ 10,000 രൂപയാണ് തരാനുള്ളത്. പക്ഷെ ആ 10,000 രൂപ 5,000 രൂപ അയാളോട് വാങ്ങിക്കൊണ്ട് 10,000 രൂപ കിട്ടിയ ആ ഇഫക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അയാളെ അങ്ങ് ഒഴിവാക്കി വിടുന്നു. അയാളുടെ അവസ്ഥയൊക്കെ കണ്ടിട്ടായിരിക്കും. അതല്ലെങ്കിൽ എന്താണ്, നമുക്ക് അയാളോട് എന്തെങ്കിലും സഹാനുഭൂതി തോന്നിയിട്ട് അയാളോട് പറയണം, താൻ 10,000 തരണ്ട, അതിന് പകരം 5,000 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ അയാളെ രണ്ടുപേരുടെയും സമ്മതത്തോട് കൂടിയിട്ട് ആ ഒരു കോൺട്രാക്ട് ഒഴിവാക്കി വിടുകയാണെങ്കിൽ അതാണ് എന്ത് റെമിഷൻ എന്ന് പറയുന്നത്. Waiver. Waiver means the deliberate abandonment or giving up of a right which the parties to the contract are entitled to have under the contract. അതായത് നമുക്ക് ഒരു കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിട്ടാനുള്ള ഒരു റൈറ്റ്, ഒരു എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം നമുക്ക് ആ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിട്ടാനുണ്ട്. പക്ഷെ ആ കിട്ടാനുള്ള വ്യക്തി എന്ത് ചെയ്യണം, അത് വേണ്ട, നിങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുക, എനിക്കത് വേണ്ട, എൻ്റെ ആ റൈറ്റ് എന്താണ്, ഐ എം റെഡി ടു സാക്രിഫൈസ് മൈ റൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ അതാണ് എന്ത്, ഇറ്റ്സ് എ കേസ് ഓഫ് വേവർ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് the deliberate giving up of a right that we are entitled to have from the contract itself. അതാണ് വേവർ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും എന്താണ്, ദാറ്റ് ഓൾസോ is one of the modes of discharge of a contract. Next is discharge of a contract by way of merger, and in the case of merger, an inferior right contract merges into a superior right contract, and in that case the inferior right contract stands discharged automatically. അതായത് ഇപ്പോൾ ഓൾറെഡി ഈ പാർട്ടിയുടെ ഇടയിൽ തന്നെ ഒരു ഇൻഫീരിയർ റൈറ്റ് കോൺട്രാക്ട് ഉണ്ട്, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ലെസർ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കോൺട്രാക്ട് രണ്ട് വ്യക്തികളുടെ ഇടയിലുണ്ട്. അതേ വ്യക്തികളുടെ ഇടയിൽ പുതിയതായിട്ടൊരു കോൺട്രാക്ട് വരികയാണ്, കമ്പാരിറ്റീവ്ലി ഒരു സുപ്പീരിയർ റൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധമുള്ള എന്നാൽ ഇതിനെക്കാട്ടി കൂടുതൽ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പുതിയ കോൺട്രാക്ട് വരികയാണെന്നുണ്ടെങ്കിൽ പഴയ ആ കോൺട്രാക്ടിന് പിന്നെ യാതൊരുവിധ നിലനിൽപ്പും ഉണ്ടായിരിക്കത്തില്ല. ദാറ്റ് ഓൾഡ് കോൺട്രാക്ട് ഓർ ദാറ്റ് ഓൾഡ് കോൺട്രാക്ട് വിച്ച് ഈസ് ഹാവിംഗ് ഇൻഫീരിയർ റൈറ്റ് ഗെറ്റ്സ് ഡിസ്ചാർജ്ഡ് ഓട്ടോമാറ്റിക്കലി ഓൺ ദ അറൈവൽ ഓഫ് എ ന്യൂ സുപ്പീരിയർ റൈറ്റ് കോൺട്രാക്ട്. ദാറ്റ് ഇസ് വാട്ട് ഇസ് മെർജർ. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഒരാൾ. അപ്പോൾ കോൺട്രാക്ട് ബേസിസിലാണ് അയാൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മാനേജ്മെന്റും അയാളും തമ്മിലുള്ള ഒരു അണ്ടർടേക്കിംഗ് ഉണ്ട്, അയാളെ 1 വർഷത്തേക്ക് ഹയർ ചെയ്തുകൊണ്ടുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതിനുശേഷം ആ വ്യക്തിക്ക് തന്നെ അതേ കോളേജിൽ പെർമനന്റ് അപ്പോയിന്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആദ്യത്തെ എഗ്രിമെന്റിന് വല്ല വാലിഡിറ്റി ഉണ്ടോ? അത് പിന്നെ ക്യാൻസലേഷൻ്റെ ഒന്നും ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാണ്, ക്യാൻസലായി പോവുകയാണ്. ആ ആളെ നമ്മൾ എന്ത് ചെയ്ത് പെർമനന്റ് ആക്കി മാറ്റി. 1 വർഷത്തേക്ക് മാത്രം അയാളെ ഹയർ ചെയ്തുകൊണ്ടുള്ള ഒരു എഗ്രിമെന്റ് ആയിരുന്നു നിലവിലുണ്ടായിരുന്നത്. അയാളെ കാലാകാലത്തേക്ക് ഹയർ ചെയ്തുകൊണ്ട് ഉള്ളൊരു എഗ്രിമെന്റ് വരുമ്പോൾ പിന്നീട് ആദ്യം ഉള്ള ആ എഗ്രിമെന്റിന് എന്തില്ല, നിയമസാധുത ഇല്ല. അല്ലെങ്കിൽ ഇപ്പൊ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളിപ്പോ നമ്മളുടെ വീട്ടില് വാടകയ്ക്ക് താമസിക്കുകയാണെന്നിരിക്കട്ടെ. അപ്പൊ നമ്മളും അയാളും തമ്മിലൊരു റെന്റ് അഗ്രിമെന്റ് ഉണ്ട്. അതിനുശേഷം അയാൾ നമ്മളുടെ വീട് അങ്ങ് സ്വന്തമായിട്ട് വാങ്ങിയിരിക്കട്ടെ. പിന്നെ ഇപ്പൊ ആദ്യത്തെ റെന്റ് അഗ്രിമെന്റിന് യാതൊരുവിധ റെലവൻസും ഇല്ല. അതാണ് മെർജർ എന്ന് പറയുന്ന കേസ്. ദീസ് ഓൾ ആർ ദ വേരിയസ് കേസസ് ഓഫ് discharge of a contract by means of mutual consent or agreement. Hope you understood. Thank you.